സുഖമായിട്ട് വർക്കൗട്ടൊന്നും ഇല്ലാതെ ഒരാഴ്ച ഞാൻ നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല കവളൊക്കെ തുടുത്ത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നനാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടൊവിനോ തോമസ് സമകാലിക മലയാളം എന്ന് പറയുന്ന മഞ്ഞ പത്രത്തിന്. ക്യൂ സ്റ്റുഡിയോയിൽ നടന്ന ബാലൻ എന്ന മലയാള സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എത്തിയ ടൊവിനോ തോമസ് തന്റെ കഥാപാത്രത്തിന് വേണ്ടി കവിളൊന്ന് തുടിപ്പിക്കാൻ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ചൊക്കെ കുറച്ച് വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു. എങ്ങനെ 2 അടിച്ച് കവിളൊക്കെ തുടിപ്പിച്ചിട്ടാണ് ഞാൻ ബാലന്റെ സെറ്റിൽ പൊക്കൊണ്ടിരുന്നത് എന്ന് എഴുതിയ ഒരു കേവലം മഞ്ഞപത്രമായിട്ട് കൂടി കൂട്ടാൻ കൊള്ളാത്ത സമകാലിക മലയാളം എന്ന് പറയുന്ന ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ കീഴിലുള്ള ഒരു ഓൺലൈൻ മീഡിയ. അതേ പോസ്റ്റിന് താഴെയാണ് ടൊവിനോ തോമസ് മാസായിട്ട് ഒരു കമന്റ് അങ്ങിട്ട് കൊടുത്തത്. അല്ലയോ മഞ്ഞപത്രമേ, ഞാൻ 2 അടിച്ചിട്ടൊന്നും അല്ല അഭിനയിച്ചത്, ഈ റിപ്പോർട്ട് കൊടുത്തവരാണ് 2 അടിച്ചത് എന്നുള്ള രീതിയിലാണ് ടൊവിനോ കൊടുത്ത മറുപടി. പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ എന്തോ അടിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയൊക്കെ ധൈര്യമായിട്ട് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുമോ? സംഭവന്മാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ടൊവിനോ തോമസ് നേരിട്ട് വന്നിട്ട് ആ പോസ്റ്റിന് താഴെ ഒരു കമന്റ് ഇടുമെന്ന്. ഒന്നുമില്ലെങ്കിലും ആ ഇന്ത്യൻ എക്സ്പ്രസിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അതിങ്ങനെ കളഞ്ഞു കുളിക്കരുത് നിങ്ങൾ. ഇവനെയൊക്കെ പോലെ കുറേ എണ്ണം ഉണ്ട്. ഇവരുടെ സ്ഥിരം പരിപാടിയാണിത്. സെലിബ്രിറ്റീസിന്റെ ജീവിതം വെച്ചിട്ടാണ് ഇവനൊക്കെ ജീവിക്കുന്നത് തന്നെ. അവരില്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പോലെ വഴിമുട്ടിപ്പോകും. ഇവനൊക്കെ ഒരു ധാരണയുണ്ട് മാധ്യമ പ്രവർത്തകനാണെന്ന്. തെറ്റാണ് കേട്ടോ. ഇതല്ല മാധ്യമ പ്രവർത്തനം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ഒരു ഫോണും തൂക്കി പിടിച്ചിറങ്ങിയിട്ട് മറ്റുള്ളവരെ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്യുക, അതിൽ ഒരു നിലവാരവും ഇല്ലാത്ത കുറച്ച് ഹെഡ്ലൈനുകൾ കൊടുക്കുക, അതിൽ നിന്ന് വ്യൂസ് ഉണ്ടാക്കി പണം ഉണ്ടാക്കി തിന്ന് പെരുക്കുക. തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് നേരെ ചൊവ്വേ നടന്നു പോകാനും ഇവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അവന്മാർ എലിക്യാമ്പ് പോലെ ഒരു ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങും. ഇവന്മാരുടെ നിപ്പും ആംഗിളും കണ്ടാൽ അറിയാം ഇവന്റെ ഉദ്ദേശം എന്താണെന്ന്. അതൊക്കെ വിറ്റാണ് ഇവന്മാർ ജീവിക്കുന്നത് തന്നെ. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള സ്ത്രീക്ക് ഫോണൊന്നും താഴ്ത്തി പിടിക്കുക ചേട്ടാ എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഇത് കേട്ടിട്ട് നിന്റെ ഒന്ന് തൊലി ഉരിയുന്നില്ലേടേ. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് അവർ പുറത്തിറങ്ങുന്നത്. പക്ഷെ നിന്റെയൊക്കെ ഈ ഓടിക്കൂടലും ഞെരുവിരിയും ഈ ഫോണിന്റെ ആംഗിളൊക്കെ കണ്ടിട്ടാണ് അവർ ഡിസ്കംഫർട്ട് ആവുന്നത്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കും. എന്നിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ പോയിരുന്ന് എഡിറ്റ് ചെയ്ത് നല്ലൊരു ടൈറ്റിലൊക്കെ കണ്ടുപിടിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ലേ? നിന്നെയൊക്കെ സമ്മതിക്കണം. ഉടുമ്പിന് പോലും ഉണ്ടാവില്ല ഇത്ര തൊലിക്കട്ടി. നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്ത് ജീവിച്ചൂടെ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ നേരെ ചെന്ന് നിങ്ങളുടെ ചാനലിന്റെ പേര് വായിച്ചാൽ മതി. കാക്ക, കൊക്ക്, മയില്, കുയില് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ആ മാധ്യമം. എന്തുദ്ദേശിക്കുന്ന ഈ മാധ്യമത്തിലൂടെ? ആരെക്കുറിച്ചും എവിടെയും എന്ത് ഉള്ളത്തരം എഴുതി വെക്കാം എന്നുള്ളതല്ല മാധ്യമധർമ്മം എന്ന് ഈ സഹോദരന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം.